ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ്, ബാഡ് കമൻസ്, നെഗറ്റീവ് കമൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ബാഡ് കമൻസ് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരുമാതിരി എന്താ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കഥ പറച്ചിലുമായിട്ട് വരുന്നത്, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻ്റ് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ കുറേ പേര്, ഞാൻ അമിത വിശ്വാസവും ഭക്തിയും എന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലെത്തിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കീഴെയാണ് വന്നിട്ട് ഇങ്ങനെ കമൻസ് വരുന്നത്. അപ്പോൾ ഒരുപാടായപ്പോഴത്തേല് അതിനൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കഥകൾ പറയുന്നത് എൻ്റെ മാത്രം ജീവിതമാണ്. ഞാൻ അതിൽ മറ്റൊരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എനിക്കിപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് മറ്റൊരാൾക്കും കാണിച്ചു തരാൻ പറ്റത്തില്ല. ഈ ബാഡ് കമൻസ് ഇടുന്ന ഓരോരുത്തരും എൻ്റെ കൂടെയല്ല താമസിക്കുന്നത്. താമസിച്ചിരുന്നിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു ഞാൻ എന്താണ് അനുഭവിച്ചിരുന്നതെന്നുള്ളത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർത്ത ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താ പറയുന്നത്, അന്നത്തെ കാലത്ത് ഞാൻ ഇതിന് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഇന്നത്തെ പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, യൂട്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നില്ല. അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ തീർച്ചയായിട്ടും എടുത്ത് കാണിക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എന്തുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ല, ഇന്ന് എന്തുകൊണ്ട് പറയുന്നു, ഇന്നത് കാശുണ്ടാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളത്. ഞാൻ ഈ വീഡിയോസിൻ്റെ ഒക്കെ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതെല്ലാം പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. എൻ്റെ ജീവിതാനുഭവം മറ്റൊരാൾക്കും, ഇന്നും സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ദൈവവിശ്വാസത്തിൻ്റെ പേരിലും ഭക്തിയുടെ പേരിലും ഒരുപാട് എന്താ പറയുന്ന അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നുണ്ട്. ഇത്രയും നമ്മുടെ കേരളം ഇത്രയും എന്താ പറയുന്നത്, ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് മുന്നോട്ടാണെങ്കിലും നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നത്. അതുപോലെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഞാൻ ഒരിക്കലും ഞാൻ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടേയില്ല. ഞാൻ ഇന്നും പറയുന്നില്ല. അച്ഛനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അച്ഛൻ അന്നും ഇന്നും എന്നും എനിക്കൊരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഡാഡിയെ പോലെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ അടുത്ത് ഒരു മോശത്തിലുള്ള ഒരു പെരുമാറ്റമോ ഈ അച്ഛനാകട്ടെ ഈ ശിഷ്യന്മാരാകട്ടെ കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഇത്രയും നമ്മുടെ വീട്ടിൽ വന്നിട്ട് താമസിച്ചിരുന്ന സമയത്ത്, ഇപ്പം അച്ഛൻ വന്ന് താമസിച്ചിരുന്നു. അച്ഛൻ്റെ കൂടെ ഈ 14 ശിഷ്യന്മാരും പിന്നെ കൗൺസിലിങ്ങിനും ഒക്കെ ആൾക്കാർ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ബഹളമായിരുന്നു വീട്ടില്. അപ്പോൾ അത് അച്ഛനൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇതൊരു കുടുംബമാണ്, ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അവർക്കെന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കിയില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അച്ഛനിലുള്ള ഒരിതായിട്ട്. പിന്നെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആഹാരം കഴിക്കാതെയാണ് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ ജോലി ഇത്രയും ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അത് അച്ഛൻ മനസ്സിലാക്കിയിരുന്നില്ല. അച്ഛൻ അത് മനസ്സിലാക്കാത്തതിലും എനിക്ക് വിഷമമില്ല. കാരണം അച്ഛൻ കുടുംബസ്ഥനല്ല, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഭാര്യയില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യന് അത് മനസ്സിലാവില്ല. ഞാനതുകൊണ്ട് അതിൽ അച്ഛനെ കുറ്റം പറയുന്നില്ല.
എന്നാൽ ഈ 14 ശിഷ്യന്മാരെയെങ്കിലും വീട്ടിൽ താമസിപ്പിക്കാതിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഒരു ആശ്വാസമായിരുന്നു. അച്ഛൻ മാത്രമാണ് താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിനും അച്ഛൻ എന്താ പറയുന്നത് എന്താ എന്താ പറയുന്ന അച്ഛൻ അവിടെ തന്നെ അവരെയും നിൽക്കാനായിട്ട് നിർബന്ധിച്ചിരുന്നു. അവര് ചില സമയത്ത് വീട്ടിലും നാട്ടിലും പോണമെന്ന് പറഞ്ഞിരുന്നാൽ പോലും അച്ഛൻ അതിന് സമ്മതിക്കത്തില്ല. കാരണം ഈ 14 പേരെയും അച്ഛൻ ശരിയാക്കി, ധ്യാനത്തിലൂടെയൊക്കെ ശരിയാക്കി കൊണ്ടുവന്നിരുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോയാലായിട്ട് ഇവര് വീണ്ടും മോശക്കാരായി പോവോന്നുള്ള പേടിയായിരുന്നു അച്ഛന്. പക്ഷെ അവരിൽ ആർക്കും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. അതില് ഒരാള് ഇങ്ങനെ കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്ത് ബിസിനസ്സിൽ തകർച്ചയൊക്കെ വന്ന ആളാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തും കൂടെ ഒരു ബിസിനസ് ഞങ്ങളുടെ കാശിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് പറഞ്ഞു. അപ്പൊ അയാൾക്കും കൂടെ ഒരു ഹെൽപ്പാവും, നിങ്ങൾക്കും ഒരു വരുമാനമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ബിസിനസ് ഒക്കെ തുടങ്ങി. ഒരു 2 ലക്ഷം രൂപ അന്ന് ബിസിനസ്സിനായിട്ട് ഇറക്കിയിരുന്നു. എന്നിട്ട് ഇയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇയാള് ഡൽഹി പോയിട്ട് സാധനങ്ങൾ, ടോയ്സിന്റെ ബിസിനസ് ആയിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. അപ്പൊ ടോയ്സ് മേടിക്കാനായിട്ട് ഫുൾ എമൗണ്ട് ഞങ്ങളായിരുന്നു ഇതാക്കിയിരുന്നത്. ഞങ്ങൾക്ക് ബിസിനസിന്റെ ABCD അറിയത്തില്ലായിരുന്നു. എന്നിട്ടും ഈ പുള്ളിക്ക് ഇതറിയാം. അച്ഛൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ആ ബിസിനസ് ചെയ്തത്. ഇയാൾ എന്ത് ചെയ്തു, ആ ഡൽഹി പോയിട്ട് ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ വിലയില്ലാത്ത ടോയ്സ്, അത് കുറേ ടോയ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ നെയ്യാറ്റിൻകര പിന്നെ ഉദയംകുളങ്ങര അങ്ങനെയുള്ള ഭാഗങ്ങളിലെ കുഞ്ഞു 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 കടകളിലാണ് അയാളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് പൈസ തരാതായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും ഈ പുള്ളിയുടെ കൂടെ പൈസയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് അവർക്ക് നിത്യവൃത്തിക്ക് പോലും എന്താ പറയുന്നത് കഴിവില്ലാത്ത ആളുകളുടെ കടയിൽ കൊണ്ടുവന്ന് ഈ 10 രൂപ 20 രൂപയുടെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേലും ഞങ്ങൾ ചോദിച്ചു, ഇത്രയും കുറഞ്ഞ സാധനമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേലും പറഞ്ഞു ഇത് നല്ല വിലയുള്ള സാധനങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ 2 ലക്ഷം രൂപ പുള്ളി പറ്റിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടെ കൂടിപ്പോയ ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ സാധനങ്ങളാണ് പുള്ളി 2 ലക്ഷം രൂപയെന്നും പറഞ്ഞ് മേടിച്ച് ഞങ്ങളെ ചീറ്റ് ചെയ്തത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഈ അച്ഛൻ ശരിയാക്കി എന്ന് പറഞ്ഞ മനുഷ്യരിൽ ആരും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളെ ചീറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾ അച്ഛനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇതിൽ ഞങ്ങൾക്ക് ചതി പറ്റിപ്പോയെന്ന്. പക്ഷെ അച്ഛൻ അയാളെയാണ് വിശ്വസിച്ചിരുന്നത്. കാരണം അയാള് ധ്യാനം കൂടി ശരിയായി വന്ന മനുഷ്യനായതുകൊണ്ട് അയാള് പറ്റിക്കത്തില്ല എന്നുള്ള വിശ്വാസമായിരുന്നു അച്ഛൻ്റെത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ കടങ്ങളും ഇതൊക്കെ വന്നത്. അങ്ങനെ കുറേ അതും എൻ്റെ കുറേ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ ആ പൈസ എടുത്ത് ഈ ബിസിനസ്സിന് വേണ്ടി ചിലവാക്കിയത്. അങ്ങനെ അത് നഷ്ടമായി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ മാത്രമായിട്ട് താമസിക്കുക, ഈ 14 ശിഷ്യന്മാർ ഇവർക്ക് 14 പേർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇവർക്ക് വിളമ്പി കൊടുക്കുക, ഇതെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എൻ്റെ കഥയിലൂടെ പറഞ്ഞത് എൻ്റെ ജീവിതാനുഭവമാണ്. അതെനിക്ക് ആർക്കും കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല, അത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ കുറെ പേര് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉഡായിപ്പാണ്, ഇതിങ്ങനെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണോ അല്ലെങ്കിൽ ഞാൻ ഉഡായിപ്പാണോ എന്നൊക്കെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ജീവിതം എന്താണെന്നുള്ളത്? ഞാനല്ലേ അത് അനുഭവിച്ചത്. ഇപ്പൊ ഞാൻ എൻ്റെ കഥ ഈ പറയുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്കത് അറിയുള്ളൂ. അനുഭവിച്ചത് ഞാൻ മാത്രമാണ്. അപ്പൊ കുറെ പേര് ചോദിക്കുന്നു എന്തിനാണ് ഇത് വന്നിട്ട് ഇപ്പൊ വന്ന് കഥയായിട്ട് ഇങ്ങനെ പറയുന്നത്.
ഓരോരുത്തരും അവരവരുടെ ബയോഗ്രഫീസ് ഒക്കെ എഴുതാറില്ലേ? അബ്ദുൽ കലാം സാറ്, മഹാത്മാഗാന്ധി, ഓരോരുത്തരും ഇങ്ങനെ വലിയ ആൾക്കാരെല്ലാം അവരുടെ സ്റ്റോറീസ് ഉണ്ടായിരുന്നില്ലേ? അവരെന്തിനാണ് അവരുടെ സ്റ്റോറീസ് എഴുതിയത്? അപ്പൊ അതുപോലെ എനിക്ക് എൻ്റെ കഥ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പുറത്ത് അറിയണം എന്ന് ഒരു താല്പര്യം, അത് അറിയണം എന്നുള്ള താല്പര്യമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുന്നെങ്കിൽ, ഞാൻ പോയി ചെന്ന് പെട്ടതുപോലെയുള്ള അബദ്ധങ്ങളിൽ ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കഥ മറ്റുള്ളവരോട് പറയുന്നത്. അതിന് മറ്റുള്ള ഒരു വശങ്ങൾ കണ്ടെത്തി അതിനെ ഇങ്ങനെ തരം താഴ്ത്തി കുറ്റപ്പെടുത്താനായിട്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ വരരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കുറേ കമന്റ്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാലായിട്ട് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എൻ്റെ സ്റ്റോറി ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞിട്ട് അതിൽ എന്താണ് തെറ്റ് എന്താണ് ശരി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഇത് ഒരു കാര്യവും വന്നിട്ട് കാശുണ്ടാക്കാനാണ്. ഈ യൂട്യൂബ് വന്നിട്ട് എത്ര നാളായി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഈ 1 വർഷത്തിന്റെ മുന്നേ നടന്നിട്ടുള്ള അതിനു മുമ്പേ ഞാൻ ജീവിച്ചിരുന്നു. അന്ന് ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ജീവിച്ചത്. അപ്പൊ ഇനി എനിക്ക് ജീവിക്കാൻ ഈ യൂട്യൂബ് ഒന്നും വേണ്ട. എനിക്ക് ജീവിക്കാൻ എൻ്റെതായിട്ടുള്ള ജീവിത മാർഗങ്ങളുണ്ട്. യൂട്യൂബ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ കുറെ കള്ളക്കഥകൾ പറഞ്ഞ് കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്നൊക്കെ പറയുമ്പോഴത്തേലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഒരാളുടെ കമന്റ് ബോക്സിൽ വന്ന ഒരാളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്ര തരം താഴ്ന്നാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അസുഖങ്ങളെ കുറിച്ചുള്ള RCCയിലെ എൻ്റെ ട്രീറ്റ്മെന്റ് നിർത്താനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെയും ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, RCCയിൽ അവരൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു, അവർക്കാർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതും ഞാൻ കള്ളം പറയുന്നതാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, അത് നിങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ട് ആർക്കും അനുഭവം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ RCCയിൽ നിങ്ങൾ ആരും ട്രീറ്റ്മെന്റിന് പോകരുതെന്ന് ഞാൻ ആരോടേലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല RCCയിൽ ട്രീറ്റ്മെന്റിന് പോകരുത്, RCC മോശമായിട്ടുള്ള ഒരു ആശുപത്രിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് അവിടെ ഉണ്ടായ മോശമായിട്ട് എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പെരുമാറി, അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടെ പോകുന്ന എല്ലാ പേഷ്യൻസിനും ഈ അനുഭവം ഉണ്ടാവുമെന്നോ അവിടുത്തെ ട്രീറ്റ്മെന്റ് പാടില്ലെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ കേൾക്കാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വന്ന് കമന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഇത് എൻ്റെ ചാനലാണ്. എൻ്റെ ചാനലിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് എൻ്റെ സ്റ്റോറി പറയാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറി പറയുന്നു. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട, വിട്ടേക്കൂ. വേറെ എത്രയോ ചാനൽസ് ഉണ്ട്, അത് പോയിട്ട് കണ്ടൂടെ? ഇത് വന്നിരുന്ന് കാണുകയും ചെയ്യും, ഇതെല്ലാം അറിയുകയും വേണം. പിന്നെ വന്നിരുന്നിട്ട് എന്താ പറയുന്നത്, ഇങ്ങനെ ഇരുന്ന് ചൊറിയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇത് നല്ലതല്ല. ഇത് കൂടുതലും ചെയ്യുന്നത്, ആണുങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. ഇതെന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ? എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ തേജോവധം ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിരുന്നോ എങ്കിൽ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇതുപോലെ ഒരു സ്ത്രീയല്ലേ ഞാൻ അന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത വിശ്വാസവും അമിത ഭക്തിയും കാരണം ഞാൻ ദാരിദ്ര്യത്തിലായി പോയ കഥ. അന്ന് എനിക്ക് വയസ്സ് 23 വയസ്സാണ്.
ഇന്നത്തെ എൻ്റെ പ്രായമല്ല എനിക്ക് അന്ന്. 23 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് ദൈവവിശ്വാസവും ദൈവഭക്തിയും മാത്രം കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഞാൻ വിശ്വസിച്ചു. അതില് ഒരു ധ്യാന ഗുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലായിട്ട് നമ്മൾ അത് ദൈവത്തെ പോലെ തന്നെ കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് ആ ധ്യാന ഗുരുവിനെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഒരിക്കലും ഒരച്ഛന്മാരും വന്നിട്ട് വീട്ടിൽ താമസിക്കില്ല എന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ വീട്ടിൽ ഒരു അച്ഛൻ വന്ന് താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വീട്ടിൽ അച്ഛന്മാര് വന്ന് താമസിക്കില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? എൻ്റെ വീട്ടില് അച്ഛൻ താമസിക്കാതെ എനിക്കിപ്പോ ഒരു അച്ഛൻ പ്രത്യേകിച്ച് ഒരു വൈദികനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ആ അച്ഛനൊന്ന് ജീവിച്ചിരിപ്പ് പോലും ഇല്ല. അങ്ങനെ ഒരു മനുഷ്യനെ, മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഡോക്ടറുടെ എന്നെ ഇതാക്കി എന്നോട് മോശമായിട്ട് പെരുമാറിയ ഡോക്ടറുടെ പേര് പറയാനായിട്ട്. ഈ ഡോക്ടറുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ഡോക്ടറുടെ അടുത്ത് ചോദിക്കുമോ? അതോ എനിക്ക് ഉണ്ടായ മോശം അനുഭവങ്ങളൊക്കെ ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞ് ഇത് മാറ്റി തരുമോ? എൻ്റെ മനസ്സിനേറ്റ മുറിവുകളൊക്കെ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? അതുപോലെ തന്നെ അച്ഛൻ്റെ പേര് ചോദിക്കുന്നു. അച്ഛൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉഡായിപ്പാണെന്ന്. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനെ അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അച്ഛൻ എവിടെയാണ്? അച്ഛനെ പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ? അതോ മരിച്ചുപോയ അച്ഛൻ്റെ കബറിടത്തിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് ആ ഒരു മനുഷ്യനെ കുറിച്ച് ഇപ്പൊ പറയാനായിട്ട് താല്പര്യമില്ല. ആ അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ നാടോ വീടോ ഒന്നും അച്ഛൻ്റെ സഭ ഞാൻ പറയാം. അച്ഛൻ കാത്തലിക്കാണ്, അച്ഛൻ സീറോ മലബാർ സഭയാണ്, ഒക്കെ പറയാം. പക്ഷെ അച്ഛൻ്റെ പേര് ഇപ്പൊ റിവീൽ ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നെങ്കിലും ചിലപ്പോൾ ഞാൻ റിവീൽ ചെയ്യുമായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തില്ലായിരിക്കാം. അതെന്റെ സ്വകാര്യതയാണ്. അതില് നിങ്ങൾ കേട്ടിട്ട് ഞാൻ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഉഡായിപ്പാണ്, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉഡായിപ്പല്ലാതാവുമോ? അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്കൊരിതുമില്ല. അതുകൊണ്ട് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വന്ന് കമന്റ് ചെയ്യാം. പക്ഷെ കമന്റ് ചെയ്യുന്നതിന് ഒരു മാന്യതയുണ്ട്. നമ്മള് ഏതൊരാളുടെയും കമന്റ് ബോക്സിൽ വന്നിട്ട് ചെയ്യുമ്പോൾ, ഞാൻ ഇത്രയും നാള് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കാണുന്നതാണ്. ഞാൻ ഒരാളുടെയും എല്ലാവർക്കും പോയിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽസ്. ഞാനൊരു കമന്റ് പോലും വളരെ അപൂർവമാണ് 2-3 പേർക്ക് ഞാൻ കമന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് വരെ മോശമായിട്ടൊരു കമന്റ് ഞാൻ ഒരാൾക്കും എഴുതിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത്രയും മോശമായിട്ട് തരം താഴ്ത്തി ഉള്ള കമന്റ് ഇടാനായിട്ട് എങ്ങനെ ഒരിത് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അങ്ങനത്തെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടും. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പൊ വന്നത്. എനിക്ക് പിന്നെ വേറൊരാള് കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ്, നിന്നെ കണ്ടാലും പറയും നീ പട്ടിണിയായിരുന്നു. ഞാൻ ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്. ഇന്ന് ഞാൻ എല്ലാ രീതിയിലും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭക്ഷണത്തിനൊരു കുറവില്ല, എനിക്ക് സമ്പത്തിനൊരു കുറവില്ല, ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഞാനല്ല 25 വർഷം മുന്നേ ഉള്ള ഞാൻ പറഞ്ഞ കഥ 25 വർഷം മുമ്പേ ഉള്ള കഥയാണ്. ആ 25 വർഷം മുമ്പേ ഉള്ള എൻ്റെ രൂപം നിങ്ങളാരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ വന്നിട്ട് നിന്നെ കണ്ടിട്ട് ഒരാളെ കണ്ടാൽ ഉടനെ അറിയാൻ പറ്റൂ അവര് കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ വേറൊരാള് വന്നിട്ട് കമന്റ് ചെയ്തിരിക്കുന്നതാണ്, നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഭക്തി മുഖത്താണോ എഴുതി വെച്ചേക്കുന്നത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഭക്തി മുഖത്താണ് ഉള്ളതെന്ന്. ഭക്തി ഹൃദയത്തിലും മനസ്സിലും എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. മുഖത്ത് എന്താ പറയുന്നത്, മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന ഭക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റും, ഭക്തിയോടുകൂടെ അഭിനയിക്കാൻ പറ്റും, ഭയങ്കര സഹതാപം പിടിച്ച് അഭിനയിക്കാൻ പറ്റും, കരയുന്നത് പോലെ അഭിനയിക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുഖഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
പക്ഷെ മനസ്സിലുള്ളതും ഹൃദയത്തിലുള്ളതും എന്ന് പറയുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഖം നോക്കിയിട്ട് എൻ്റെ ഭക്തി ഇളക്കാനൊന്നും ആരും വരണ്ട. പിന്നെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഈ കമന്റ് ഇടുന്നവർക്ക്, ഈ മോശം കമന്റ്സ് ഇടുന്നവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട. അത് വേറെ ആരെങ്കിലും ഒക്കെ കാണുന്നവർ കണ്ടോട്ടെ. പക്ഷെ ഞാനിത് നിർത്താനൊന്നും പോകുന്നൊന്നുമില്ല. എൻ്റെ സ്റ്റോറീസ് എനിക്ക് പറയാൻ തോന്നുന്നിടത്തോളം കാലം ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയുന്ന സങ്കടമല്ല, ദേഷ്യം പോയ കാര്യങ്ങളാണ്. കാരണം ഇത്രയും മോശമായിട്ടൊന്നും കമന്റ് ഒക്കെ ഇടുമ്പോഴത്തേല് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ആയി പോവാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊരു സന്തോഷം പോലും കാണാൻ പറ്റാതിരുന്നത്. ആരെയെങ്കിലും നല്ല കമന്റ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി. മോശമായിട്ട് കമന്റ്സ് മോശമായിട്ട് ഇട്ടോട്ടെ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടോട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ തരം താഴ്ന്ന കമന്റ്സ് ഇടുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ്. അങ്ങനെയുള്ളവർ കമന്റ് ഇടാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.